ശബരിമല ഭണ്ഡാരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ ഇങ്ങനെ പൊടിഞ്ഞ് ചിതറിക്കിടക്കുന്നു. ഇത് സംബന്ധിച്ച് എംപ്ലോയീസ് സംഘം ഒരു പരാതി നൽകി. പക്ഷേ അവർ പറയുന്നത് വെള്ളം വീണ് അങ്ങനെയെങ്കിലും നശിച്ചതായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ വലിയ അനാസ്ഥ കാണിക്കുന്നുവെന്ന് ഭക്തജനങ്ങൾക്ക് നേരത്തെയും പരാതിയുണ്ട്. അപ്പം ശബരിമലയിൽ ശരിക്കും നടക്കുന്നത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? ന്യായീകരിക്കാൻ പറ്റില്ല. അത് കെടുകാര്യസ്ഥത എന്ന് പറയും. ഈ ശബരിമലയിൽ ഒരുപാട് പൈസ വരുമ്പോൾ ആ പൈസയ്ക്ക് വിലയില്ലാതെയാവും. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അബൻഡൻസ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇഷ്ടം പോലെ കാശാണ്. അപ്പോൾ കാശിനോടുള്ള ആ ഒരു താല്പര്യം കുറയും. അത് വ്യക്തികൾക്കും സംഭവിക്കും, സ്ഥാപനങ്ങൾക്കും സംഭവിക്കും. ശബരിമലയിൽ ഇപ്പം കോടിക്കണക്കിന് രൂപ ഇങ്ങനെ അത് നോട്ടായിട്ട് വന്നാണല്ലോ കുമിഞ്ഞ് കൂടുന്നത്. അതെ, ഡ്രാഫ്റ്റായിട്ടോ DD ആയിട്ടോ ഒന്നുമല്ല, പച്ച നോട്ടുകളായിട്ടാണ്. അപ്പോൾ എത്ര നോട്ടെന്ന് വെച്ചാൽ എണ്ണി തീർക്കുക, കുറേ വാരിക്കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടിങ്ങനെ അവിടെ വീണു, ഇവിടെ വെച്ച് ചാക്കെടുത്തില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾ ഈ വിറകൊക്കെ ഒരു മുറിയിൽ നിന്ന് ഗോഡൗണിൽ നിന്ന് അങ്ങോട്ട് മാറ്റുമ്പോൾ 2-3 വിറക് കൊള്ളി അവിടെ കിടക്ക് പോവുക, അത് അവിടെ കിടന്നോട്ടെ. ഇങ്ങനെ ഇത്രയ്ക്ക് കാഷ്വലായിട്ടാണ് ശബരിമലയിൽ കാര്യങ്ങൾ നടക്കുന്നത്. അത് ഇപ്പോഴല്ല, എത്രയോ വർഷമായിട്ട് അങ്ങനെയാണ് നടക്കുന്നത്. അതൊന്നും ചോദിക്കാനോ പറയാനോ അത് സ്ട്രീം ലൈൻ ചെയ്യാനോ ഒന്നും ആളില്ല. ഒന്നാമത് ക്വാളിഫൈഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് വേണ്ടേ. ഒരു വലിയ തിരക്ക് പിടിച്ച ഒരു അമ്പലം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ചില്ലറ സ്കില്ല് പോരാ അതിന്. അങ്ങനെയുള്ള സ്കിൽഡ് ആൾക്കാരില്ല. നമ്മൾ ക്രൗഡ് നിയന്ത്രിക്കാനായിട്ട് പോലീസുകാർ ആ പണി ചെയ്യും. ബാക്കിയുള്ളതൊക്കെ ആരാ നോക്കുന്നത്? ആരെങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, ഭണ്ഡാരപ്പെട്ടി തുറന്ന് കിടക്കുന്നു, അടഞ്ഞു കിടക്കുന്നു, കൺവെയർ ബെൽറ്റ് വഴി പോകുന്നു, എന്തെല്ലാം സംഭവിക്കുന്നു. ഇതിനൊന്നും ഒരു ചിട്ടയും മട്ടവുമൊന്നുമില്ല. ഇപ്പോൾ ശബരിമല നടന്നു പോകുന്നത് ഹൈക്കോടതിയുടെ കൃപ കൊണ്ടാണ്. ഹൈക്കോടതിക്ക് ഡെയിലി ഇത് തന്നെയാണ്. ഒരു ദിവസം എത്ര മാറ്ററാണ് ശബരിമലയുടെ ഹൈക്കോടതിയിൽ വരുന്നത്. പ്രാക്ടിക്കലി തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകൾ, മലബാർ ദേവസ്വം ബോർഡ് ഇത് നടത്തുക എന്ന് മാത്രമല്ല, ശബരിമലയിലെ ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കുന്നത് വരെ ഇപ്പോൾ ഹൈക്കോടതിയാണ്. സകല കാര്യത്തിലും ഹൈക്കോടതി. ഗസ്റ്റ് ഹൗസിൽ മുറി കൊടുക്കാൻ ഹൈക്കോടതി, എന്തെങ്കിലും എല്ലാം കൊസ്രാക്കൊള്ളി ഒപ്പിച്ചു വയ്ക്കും. എന്നിട്ട് ഓടി ഹൈക്കോടതിയിൽ വരും. എത്രയാണെന്ന് വിചാരിച്ചാൽ ഹൈക്കോടതി ഇത് നോക്കുക. ഫിസിക്കലി ഹൈക്കോടതിക്ക് അവിടെ പോയിട്ട് ഈ കാശ് കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി പ്രാപ്തിയുള്ള ആരുമില്ല, ആത്മാർത്ഥമുള്ളവരില്ല. രാഷ്ട്രീയ നിയമനം, പിൻവാതിൽ നിയമനം, ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇൻസ്ട്രക്ഷൻ ഇപ്പോഴല്ല, 2020 മുതലോ മറ്റോ ഉണ്ട്. ഈ ശബരിമല, പിന്നെ താഴെ എരുമേലി, പമ്പ ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലെ ചില പ്രത്യേക ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം ഹൈക്കോടതിയുടെ അംഗീകാരത്തോടെ വേണം എന്ന് ഹൈക്കോടതി പറയുന്നു. അതിൻ്റെ കാര്യം എന്താ? ഇവരുടെ ഇൻറ്റഗ്രിറ്റിയിൽ ഹൈക്കോടതിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് നിയമിക്കുന്നവരുടെ ഇൻറ്റഗ്രിറ്റി ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ നിയമിച്ചാൽ മതി. ഈ അവസ്ഥയാണ് ശബരിമല മാത്രമല്ല, താഴെയുള്ള മറ്റ് ക്ഷേത്രങ്ങൾ, എരുമേലി അടക്കം, പമ്പയടക്കം, അവിടെയൊക്കെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്, ഗുരുവായൂർ നടക്കുന്നുണ്ട്, ചോറ്റാനിക്കരയിൽ നടക്കുന്നുണ്ട്. ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല, കാണുന്നില്ല. പലപ്പോഴും പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്താലേ നമ്മൾ അറിയുള്ളൂ. ഇതൊക്കെ കൊണ്ടാണ് കേരളത്തിൽ ഒരു ടെമ്പിൾ സ്ക്വാഡുണ്ട്. സിനിജിക്ക് അറിയാമോ? ക്ഷേത്ര മോഷണങ്ങൾ പിടിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ക്വാഡ് വേണ്ടി വരുന്നു. അപ്പോൾ എത്ര മോഷണം നടക്കുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മതി. മറ്റൊരു സ്ഥാപനത്തെ ചൊല്ലി ഒരു ചർച്ച് സ്ക്വാഡോ അല്ലെങ്കിൽ ബാങ്ക് സ്ക്വാഡോ, ബാങ്കാണല്ലോ ഏറ്റവും അധികം കാശിരിക്കുന്ന സ്ഥലം, ബാങ്കിന് പോലീസിൻ്റെ ഒരു സ്ക്വാഡില്ല, ബട്ട് ടെമ്പിൾ സ്ക്വാഡുണ്ട്. അത്രയധികമാണ് അമ്പലത്തിലെ ഈ മോഷണം. രണ്ട് രീതിയിൽ. സാധാരണ കള്ളൻ കയറി ഓട് പൊളിച്ച് അകത്ത് ചാടിയൊക്കെയുള്ള മോഷണം അതൊന്ന്. അതുകൂടാതെ അകത്തുനിന്നുള്ള മോഷണം, കെടുകാര്യസ്ഥത വഴിയുള്ള നഷ്ടം. ഇതൊന്നും ആരും കൊണ്ടുപോയതല്ല, അവിടെ അങ്ങ് കിടന്നു പോയതാണ്.
അതെ. ഇപ്പോൾ ഈ ഒരു സംശയം വരുന്നത്, ഈ ചർച്ചിലായിക്കോട്ടെ മോസ്കിലായിക്കോട്ടെ അവിടെ പണം ഈ ഭക്തരൊക്കെ ഇടുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് എണ്ണി തിട്ടപ്പെടുന്ന ആ ഭരണസമിതിയാണ്, പള്ളിയുടെ മോസ്ക് ചർച്ച് എന്തായാലും. ഇവിടെ ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ ഈ ദേവസ്വം ബോർഡ് വരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പോകാതെ ഈ ക്ഷേത്രങ്ങളുടെ ഒരു ഉപദേശക സമിതി രൂപീകരിച്ച് അവരാണ് ഹാൻഡിൽ ചെയ്തെങ്കിൽ ഇത്തരം ഈ വീഴ്ചകൾ സംഭവിക്കുമായിരുന്നില്ലല്ലോ. അല്ല, അത് ഒരു ഇലാബറേറ്റ് സ്കീം അതിനുണ്ടാക്കണം. വെറുതെ ഇവരെ മാറ്റിയിട്ട് അവരെ വെച്ച് കഴിഞ്ഞാൽ ഇവർ കക്കുന്നതിന് പകരം അവർ കക്കും. അവർക്ക് എന്താ കാശ് കിട്ടിയാൽ പൊളിക്കുന്നു. ക്ഷേത്രോപദേശക സമിതി ഉടനെ അതിൽ ഇടിച്ച് കയറാൻ ആൾക്കാർ ക്യൂ നിൽക്കും. അതിൽ രാഷ്ട്രീയ സ്വാധീനം അത് ഇതൊക്കെ വരും. എന്നിട്ട് അതിനകത്ത് ഏറ്റവും വലിയ സമർത്ഥനായ കള്ളൻ ഈ ഉപദേശക സമിതിയുടെ തലപ്പത്ത് വന്നിട്ട് അവൻ കക്കാൻ തുടങ്ങും. അപ്പം അതൊരു ബട്ട് ഇതിന് ഒരു ഇലാബറേറ്റ് ആയിട്ടൊരു സ്കീം ഉണ്ടാക്കിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻറ്റഗ്രിറ്റിയുള്ള ആൾക്കാരെ ഇതിന് വയ്ക്കണം. അതുമാത്രമാണ് ഇതിനുള്ള പരിഹാരം. ഞാൻ ഈ ദേവസ്വം ബോർഡിൻ്റെ തെരഞ്ഞെടുപ്പ് തന്നെ ചലഞ്ച് ചെയ്ത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് കേസ്. ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുമെന്നറിയില്ല. 5-6 വർഷമായി. അപ്പോൾ ഈ ദേവസ്വം ബോർഡിലെ മെമ്പർമാരുടെ ക്വാളിഫിക്കേഷൻ എന്താ? ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. സിനിജി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് നല്ല ബന്ധത്തിലാണെങ്കിൽ സിനിജി ദേവസ്വം പ്രസിഡൻ്റ് ആവും. അത്രേ ഉള്ളൂ. വെദർ യു ആർ ക്വാളിഫൈഡ്, എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇത്രയും സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഒരു ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും വേണ്ടേ? നമ്മളൊരു പെട്ടിക്കട നടത്താൻ ആലോചിച്ച് കഴിഞ്ഞാൽ, ഒരു തട്ടുകട നടത്താൻ ആലോചിച്ചാൽ സിനിജി പറയും, അല്ല ഈ ദോശയൊക്കെ ഉണ്ടാക്കി പരിചയമുള്ള ഒരാൾ വേണമല്ലോ എന്ന് പറയും. പരിചയം വേണം. അതെ. ഇതൊന്നും വേണ്ട. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആകാൻ നിങ്ങൾക്ക് ഒരു പരിചയവും വേണ്ട. ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൻ്റെയും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഒരു ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾ ക്രിമിനൽ കേസിൽ 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട ആളാകരുത്. ഭ്രാന്തുണ്ടാവരുത്. ഭ്രാന്തുണ്ടാവരുതെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്കും ഓരോ ഭ്രാന്താണ്. അതിലൊരു കൃത്യമായിട്ട് വകതിരിക്കാവുന്ന ഒരു സംഗതിയല്ല. എന്നാലും അങ്ങനെ ഒരാളിന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആവും. കേരള ഹൈക്കോടതിയിൽ കേസ് നടക്കുമ്പോൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിച്ചതാണ്, നല്ലൊരു തങ്കപ്പെട്ട ഫൈൻ മനുഷ്യനുണ്ട്, അയാളെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കാൻ എന്ത് ചെയ്യണം? അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ചു, രാഷ്ട്രീയക്കാരൻ്റെ പിന്നാലെ തലചൊറിഞ്ഞ് നടക്കണം അല്ലേ? അഡ്വക്കേറ്റ് ജനറൽ മറുപടി പറഞ്ഞില്ല. ഇദ്ദേഹം പറഞ്ഞു, ഈ ജസ്റ്റിസ് പറഞ്ഞു, മാന്യന്മാരെ ഈ തലചൊറിയുന്ന പരിപാടിക്ക് കിട്ടില്ല. അവർ പോവില്ലല്ലോ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ. അപ്പോൾ അതിനർത്ഥം കൊള്ളാവുന്നവരാരും ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് വരില്ല. ഈ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധം വെച്ച് അതിൻ്റെ പിന്നാലെ ഇതിനു വേണ്ടി പോയവർക്കേ ഈ പോസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ പോകുന്നവർ സെൽഫ് റെസ്പെക്റ്റ് പോലും ഇല്ലാത്തവരുമാണ്. അവരുടെ ഭരണം ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇനി ശബരിമലയിൽ പോകുന്നവർ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അമ്പലങ്ങളിലേക്ക് പോകുന്ന ഭക്തർ, അവർ കാണിക്കിടണ്ട എന്നൊക്കെ തീരുമാനിച്ചാൽ മതി. അതൊരു സൊല്യൂഷനല്ല. കാണിക്കയിടണ്ട എന്ന് പറയുന്നത് ഒരു പ്രതികാര നടപടിയാണ്. അതിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട്. പലപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ തോന്നും, എന്നാൽ ഇനി പൈസ ഇടാതിരിക്കാം എന്ന് തോന്നും. അങ്ങനെയല്ല. ശബരിമല നിലനിൽക്കുന്നത് ഭക്തന്മാരുടെ ഈ കാണിക്ക കൊണ്ട് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ആ കാണിക്ക വരാതായി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ ശബരിമല ഉപേക്ഷിച്ച് പോകും. ഭക്തന്മാർക്കത് കിട്ടുകയുമില്ല. അപ്പോൾ അങ്ങനെ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം തന്നെ നഷ്ടപ്രായമായി പോകുന്ന ഒരു അവസ്ഥയാകും. കാണിക്ക ഇടാതായി കഴിഞ്ഞാൽ ഗവൺമെൻറ് അത് അബാൻഡൻ ചെയ്യും എന്ന് വിചാരിക്കരുത്. അവർ അബാൻഡൻ ചെയ്യില്ല. അവർ നെയിം സേക്ക് അവരുടെ പിടി അതിൽ നിലനിർത്തും. കാരണം അവർക്കറിയാം അത് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഫൈനലി ആ ക്ഷേത്രത്തിനും ഭക്തജനങ്ങൾക്കും ദോഷമായിട്ടേ വരുള്ളൂ ആ സ്ട്രാറ്റജി. ബട്ട് യു ഹാവ് ടു ഹാവ് എ വിജിലൻറ്റ് ഈ ഡിവോട്ടീസ്, എ ഗ്രൂപ്പ് ഓഫ് ഡിവോട്ടീസ്. അവർ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സന്നദ്ധരായിട്ട് സന്നിധാനത്തുണ്ടാവണം. മറ്റ് ക്ഷേത്രങ്ങളിലും അതുപോലെ ഒരു കാവൽ സേന, ഒരു കാവൽ വഴിപാട് എന്ന് വെച്ചോ. ആണ്ടിൽ 15 ദിവസം എന്ത് ജോലിയാണെങ്കിലും ലീവ് എടുത്തിട്ട് ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു.
അങ്ങനെ ഒരു 15 പേര് രാവും പകലും ക്ഷേത്രത്തിൽ കാവൽ. ഈ മിസ്അപ്രോപ്രിയേഷൻ ഒഴിവാക്കാൻ, മോഷണം ഒഴിവാക്കാൻ ഇതിനായിട്ട് 15 പേര് ഡെഡിക്കേറ്റഡായിട്ട് 15 ദിവസം, അല്ലെങ്കിൽ എനിക്ക് ഒരു ദിവസമേ പറ്റുള്ളൂ, ഒരു ദിവസം 15 പേരുടെ ഒരു സൈന്യം അവിടെ എപ്പോഴും ഉണ്ടാവണം. അത് ആ ലൊക്കാലിറ്റി എന്നുള്ളവർ, അവിടുത്തെ വഴി, അത് ഇത്, അവിടുത്തെ ചടങ്ങുകൾ, സംഗതികളൊക്കെ പരിചയമുള്ളവരായിരിക്കണം. ഒരമ്പലം സംരക്ഷിക്കാൻ 365 ദിവസത്തിനുള്ളിൽ ഒരു ദിവസം എനിക്ക് മാറ്റിവെക്കാൻ പറ്റണ്ടേ? 24 hours രാത്രി കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അവിടെ അങ്ങ് ക്ഷേത്രത്തിന് ചുറ്റുപാടും ഉണ്ടാവുക, ഒരു കളനും കയറാതെ അത് സംരക്ഷിക്കുക. പകൽ സമയത്തും ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതെവിടെ കൊണ്ടുപോകുന്നു, എന്തിനു കൊണ്ടുപോകുന്നു എന്നൊക്കെ നോക്കിയിട്ട് അമ്പലത്തിനുള്ളിൽ തന്നെ ഉണ്ടാവുക. ഇത് ചെയ്യാൻ ഹിന്ദു സമാജം തയ്യാറാവുന്നു. ഈ ക്ഷേത്രം എൻ്റേതാണ് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നില്ല. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ സംഭവിക്കുന്നത്, ഇത് സർക്കാരിൻ്റെ ക്ഷേത്രമാണ്, സർക്കാർ ചെയ്യട്ടെ, ഇങ്ങനെ ആലോചിക്കുന്നു. ഇത് സർക്കാരിൻ്റെ ആണ് എന്ന് പറഞ്ഞാൽ ഫലത്തിൽ എൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ ആൾ വേണ്ടേ? അത് ഉണ്ടാവണം. അതുണ്ടായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് നിരന്തരം ഇൻറ്ററാക്ട് ചെയ്ത് വഴക്കിട്ടല്ല, സ്നേഹവിദ്യ പറഞ്ഞിട്ട്, സാർ ഇത് കണ്ടോ, ഇതിങ്ങനെ കിടക്കുന്നത്, അത് ചെയ്യാൻ നിങ്ങളാരാ? ഞാനിവിടെ വടക്കുവശത്ത് താമസിക്കുന്ന ആളാണ്, ഞങ്ങളൊരു 15 പേരുടെ കൂട്ടമുണ്ട് ഇതൊക്കെ ഒന്ന് നോക്കാനായിട്ട്. സാറിന് ആളില്ലെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ ആളെ കൊണ്ടുവരാം, നമുക്കിത് ക്ലീൻ ചെയ്യാം. വഴക്കിന് പോകരുത്, അവരെ ഹെൽപ്പ് ചെയ്യുക. അവർക്കും ഉള്ളിൽ തോന്നും, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാഞ്ഞിട്ടാണല്ലോ വേറൊരാൾ വന്ന് ഇത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഈ മാറ്റം മിന്നൽ വേഗത്തിൽ സംഭവിക്കും. ഒരു സേവാ ബുദ്ധിയോടുകൂടി ഭക്തന്മാർ പെരുമാറിയാൽ, ഓരോ ക്ഷേത്രത്തിനും ചുറ്റുവട്ടത്ത് എത്രയോ ഹിന്ദുക്കളുണ്ട് ദിവസവും ആ അമ്പലത്തിൽ പോകുന്നവർ, അവരൊരു 15 പേരെ കിട്ടില്ലേ? തീർച്ചയായിട്ടും കിട്ടും. അപ്പം അതിന് ഈ ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, ഇതുപോലുള്ളവരൊക്കെ അതിലൊന്നും ഈ ഒരു സ്ഥലത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവന്നാൽ പോയി, പിന്നെ അത് വഴക്കാകും. ആ 15 പേരിൽ ഒരു കേരള കോൺഗ്രസ്സുകാരൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പോകരുത്. നിങ്ങൾ ശരിക്കും സേവാ മനോഭാവത്തോടുകൂടി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകും. സർക്കാർ ഇത് പരിഹരിക്കുമെന്ന് വിചാരിക്കരുത്. സർക്കാരിന് ഒരു വരുമാന മാർഗം എന്നുള്ളത് കഴിഞ്ഞ് വേറെ ഒന്നുമല്ല സർക്കാരിന് അമ്പലങ്ങൾ. ബെവറേജസിൽ നിന്ന് വരുമാനം വരുന്നു, അമ്പലത്തിൽ നിന്ന് വരുമാനം വരുന്നു, ലോട്ടറിയിൽ നിന്ന് വരുമാനം വരുന്നു, പല സ്ഥലത്തു നിന്ന് വരുമാനം. അതിനൊരു വരുമാന സ്രോതസ് മാത്രമാണ് അവർക്ക് അമ്പലം. അവരത് നേരെ ജോലി നടത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നമുക്കാണത് വേണ്ടത്, നമ്മുടെ ആവശ്യത്തിനാണ് അമ്പലം. ദൈവത്തിനും അമ്പലം ആവശ്യമില്ല. ദൈവത്തിനും എന്തിനാ അമ്പലം? നമുക്കാണ് ആവശ്യം. ആ മനോഭാവത്തോടെ പ്രവർത്തിച്ചാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും. അപ്പോൾ ശബരിമല എന്തായാലും ഭക്തരുടെ ഒരു കാവൽസേന വരട്ടെ, സേവാസേന വരട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.